1, 2, 3, 4, 5 വട്ടമൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടും 577, 490 നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങളുടെ എഫേർട്സ് എല്ലാം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേരളത്തിൽ നീറ്റിന്റെ സ്കോർ ചോദിച്ച് വരുന്നവരോടാണ്. ജനറൽ ആളുകളുടെ ഒരു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ബട്ട് ഡോണ്ട് വെറി, എന്തായാലും നമുക്ക് ലാസ്റ്റ് വരെ സമയമുണ്ട്. ഈ നല്ലോണം ദുആ ചെയ്യുക, നല്ലോണം പ്രാർത്ഥിക്കുക. അറിയില്ല നമ്മൾ എന്താണ് നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്നുള്ളത്. കട്ട് ഓഫ് വരാതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു പ്രോപ്പർ പ്രഡിക്ഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. 600 സംതിങ് ആയിരിക്കും ഉറപ്പായിട്ടും കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് ഇതുവരെ കംപ്ലീറ്റ്ലി ഫൈനലൈസ് ചെയ്തിട്ടില്ല. 583 ജനറൽ. അപ്പം ജനറൽ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്കോർ വേണം. ഈ കാറ്റഗറി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 600+ അല്ലെങ്കിൽ 650+ മിനിമം വേണം എന്തെങ്കിലുമൊക്കെ ജനറലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് എന്താ പറയുക, ഈ സ്പോട്ടിനൊക്കെ പോകുമ്പോൾ ഇനി ആരെങ്കിലും ആ ഒരു വേക്കൻസിയിൽ ഇല്ലാതൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. BDSനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗവൺമെൻറ്റിൽ കിട്ടാൻ ചാൻസസ് ഉള്ള 600+ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് കിട്ടും. അതുപോലെ തന്നെ 500+ സ്റ്റുഡൻസിന് ചാൻസസ് ഉണ്ട്, 550+ ചാൻസസ് ഉണ്ട് ഗവൺമെൻറ്റിൽ കിട്ടാൻ. അതേപോലെ ഇനിയിപ്പോൾ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്താൽ 450+ ഉള്ള ചാൻസസിലൊക്കെ ലാസ്റ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാർക്സ് 610+ ജനറൽ ഗവൺമെൻറ് BDS കിട്ടുമോ? ചാൻസ് ഉണ്ട്. ഗവൺമെൻറ് BDS ട്രിവാൻഡ്രം കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ചാൻസ് മാത്രമാണ് പറയുന്നത്, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ്. പിന്നെ നെക്സ്റ്റ് 656 OBC കേരള, ദർ ഇസ് എ ചാൻസ് ഓഫ് കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പോൾ ഈ കട്ട് ഓഫ് കൂടി വരാത്ത സ്ഥിതിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ കട്ട് ഓഫ് വരട്ടെ. ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ ഇത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് ചാൻസ് ഉണ്ട് കൊടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. 520 മാർക്സ്, 570, 583, 520, 577, 491, അപ്പോൾ 524 അങ്ങനെ കുറേ സ്കോഴ്സ് വെച്ചിട്ട് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജനറലായിട്ട് ഒരു കാര്യം പറയാം. 700 to 720 സേഫ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 700+ 720 ആൻഡ് 600+ ഉള്ള ആളുകളും ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജസിൽ ചൂസ് ചെയ്യാനുള്ള ഒരു മാർക്കാണ്. ലൈക്ക് 600+ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്താൽ മേ ബി നമ്മൾ വിചാരിച്ചു കൊടുത്ത് കിട്ടാൻ ചാൻസസ് ഉണ്ട് 600+. പിന്നെ കുറേ പേര് വിഷമം പറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകും, ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് 4th 5th അറ്റംപ്റ്റ് ഒക്കെ വന്ന് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ പിന്നെയും ഹോപ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനാണിത്. അറിയില്ല എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊരു പ്രാവശ്യം കൂടി ചെയ്യണം എന്ന് തോന്നുന്ന ആളുകളോടാണ് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ്സ് കൊടുത്തിടുക. എന്നിട്ട് നമുക്കതിന് പറ്റിയിട്ട് ആലോചിക്കാം എവിടെയാണ് കിട്ടുന്നത്, അതിനനുസരിച്ച് നമുക്കതിനനുസരിച്ച് പോകാം. പിന്നെ OBC പ്രൈവറ്റ് 520 പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇതായിരിക്കും എന്നല്ല, ഇതാണ് ചാൻസ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും 500 മാർക്ക് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് 500 മാർക്ക് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ യു ടു റിപ്പീറ്റ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഈ റിപ്പീറ്റ് അല്ലെങ്കിൽ നീറ്റിൻ്റെ ടൈമിൽ ഏറ്റവും വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നമുക്കൊരു നമ്മളെ സ്കോർ അത്യാവശ്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ, ഇൻ കേസ് നമുക്കത് കുറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റുണ്ടോ നമ്മളൊന്ന് ആദ്യം അനലൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പോയി ചെയ്യാം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്, വേറെ ആരും ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്യുക. 1, 2, 3, 4, 5 വട്ടമൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടും നമ്മളെ സ്കോറിൽ ഒരു ഇൻക്രീസും ഇല്ലാതെ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് വേണോ വേണ്ടയോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും ഡോക്ടർ ആവണം എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾക്ക് ഒന്നെങ്കിൽ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് ഇത്രയെങ്കിലും 300 കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ 400 കിട്ടും. പക്ഷേ അവർക്കത് കിട്ടില്ല, ആ മാർക്സ് പോലും കിട്ടില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് ആ ഒരു മാർക്സ് കിട്ടിയെങ്കിൽ ഏതെങ്കിലും NRI സീറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിൽ പോയി ജോയിൻ ചെയ്യാമെന്നൊക്കെ മൈൻഡ് സെറ്റ് ഉണ്ടാകും. വെച്ചാൽ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഗവൺമെൻറ്റിൽ പഠിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മളുടെ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദർ ആർ ഓപ്ഷൻസ് അവസാനിച്ചിട്ടില്ല. മാക്സിമം നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കുക. പുറത്തേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം ഗവൺമെൻറ്റിലൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേരള തന്നെയാണ്. കേരള ഈസ് ഓൾവേസ് ബെസ്റ്റ്. കാരണം വീട്ടിൽ പോകാനാവട്ടെ, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് കേട്ടോ. വീട്ടിൽ പോകാനാവട്ടെ, ഈ പുറത്തൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ട്രാവൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നല്ല അടിപൊളി കോളേജസ് ആണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. നല്ല കോളേജും നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും.
നീറ്റിൻ്റെ സ്കോർ ഓരോരുത്തർ ചോദിച്ച് വരുന്നവരോടാണ്. ഇനി നിങ്ങൾ സ്കോറിൽ നിങ്ങൾ നോക്കണ്ട, ഇനി കട്ട് ഓഫ് വരട്ടെ. കട്ട് ഓഫ് വന്നതിന് ശേഷം നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. കട്ട് ഓഫിന് ശേഷം ഒരു സ്കോറും നമുക്ക് നോക്കിയിട്ട് എവിടെയാണ് കിട്ടുന്നത്. ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ കൊടുത്തില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ എഴുതിയാൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്യുക. ബട്ട് ജോയിൻ ചെയ്യുന്നതോട് കൂടെ തന്നെ അലോട്ട്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുക. തന്നെയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ ഗവൺമെൻറ് കിട്ടി കയറി പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കൈവിടണ്ട, വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കും. നല്ലോണം പ്രാർത്ഥിക്കുക, നല്ലോണം ജോയ് ചെയ്യുക, എല്ലാം ശരിയാകും. പിന്നെ 4th and 5th അറ്റംപ്റ്റുള്ള ആളുകളോട് നിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാക്കും. പറയുന്ന പോലെ ഇതും കടന്നു പോകും. നല്ലൊരു ദിവസം വരും, നല്ലൊരു കാലം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ല എല്ലാത്തിനും എൻഡ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പം +2 കഴിഞ്ഞ ആളുകൾ, ഞാനൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. 10th വരെ നമുക്ക് 10th എക്സാമിൻ്റെ ടെൻഷനായിരിക്കും, +2 വരെ നമുക്ക് +2ൻ്റെ ടെൻഷനായിരിക്കും. +2 കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇനി എന്ത് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ പോയി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും, ചില ആളുകൾ പോയിട്ട് എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാമോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി എനിക്ക് നീറ്റ് കിട്ടുമോ എന്നുള്ള ടെൻഷനാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുമോ എന്നുള്ള ടെൻഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക്, അല്ലേ? സത്യമല്ലേ? അപ്പം ഓരോ സമയത്തും നമുക്ക് ഓരോ ടെൻഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിയെന്ന് കൂട്ടിക്കോ, കോളേജിൽ കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ കയറും, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പാസ്സാവും എന്നുള്ള ടെൻഷനാവും. അങ്ങനെ 5 കൊല്ലം ആ ടെൻഷനാവും. അപ്പോൾ എല്ലാ സമയത്തും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും ആ വഴിയിൽ പോവുകയാണെങ്കിൽ. സോ ടെൻഷൻ ആവേണ്ട, കൂളാവുക. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നു പോകും, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടന്നു പോകും. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടൊരു സംഭവം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദൈവം തന്നെ അത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഡോണ്ട് വെറി, ഇറ്റ്സ് ഓൺ യുവർ വേ. കീപ് മൂവിങ്, ഡൗൺ ആവാതിരിക്കുക, അവിടെ നിർത്താതിരിക്കുക. നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങളുടെ എഫേർട്സ് എല്ലാം, എവറിത്തിങ് വിൽ ബി പെയ്ഡ് വൺ ഡേ. ട്രസ്റ്റ് മീ ഗൈസ്. ഉള്ള ഡൗട്ട്സ് കൂടുതലായിട്ട് സ്കോറിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് Instagram ID ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും എമർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ബി ദെയർ ടു റിപ്ലൈ യു. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ട, എല്ലാ അലോട്ട്മെൻറ്റ്സും വരട്ടെ. അലോട്ട്മെൻറ്റ്സ് ലാസ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് സമയമുണ്ട്, അവസാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ടൈം ഉണ്ട്. സോ ഇപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവുക. ഇത്രയും കാലം പ്രഷറും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വീർപ്പ് പൊട്ടിയിരിക്കുന്നില്ല. ഇനി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക, റിലാക്സ് ആവുക, വരും. നല്ലോണം പ്രാർത്ഥിക്കുക. ഏറ്റവും എനിക്ക് പറയാനുള്ളത് നല്ലോണം പ്രാർത്ഥിക്കുക. അതിലാണ് ഏറ്റവും വലിയ ഹോപ്പ് ഇരിക്കുന്നത്, സീരിയസ്ലി. അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ദാറ്റ്സ് ഇറ്റ്. ബൈ.